أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك ليهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു മറിയം, അതിലെ 16 മുതൽ 5 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا. വദ്കുർ ഫിൽ കിതാബി, ഈ ഗ്രന്ഥത്തിൽ നീ സ്മരിക്കുക മറിയമിനെ. ഈ ഗ്രന്ഥത്തിൽ നീ മറിയമിനെ സ്മരിക്കുക, ഓർക്കുക. ഇത് ഇൻതബദത്ത്, അവർ മാറി താമസിച്ചപ്പോൾ, മിൻ അഹ്ലിഹ, അവരുടെ കുടുംബത്തിൻ്റെ അടുത്ത് നിന്ന്, മക്കാനൻ, ഒരു സ്ഥലത്തേക്ക്, ശർക്കയ്യ, കിഴക്ക് ഭാഗത്തുള്ള, അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്, അവരുടെ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കിഴക്ക് ഭാഗത്തുള്ള മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചത്. ഫത്തഹത്ത് മിൻ ദൂനിഹിം ഹിജാബൻ, ഫത്തഹത്ത്, അവർ സ്വീകരിച്ചു, മിൻ ദൂനിഹിം, മറ്റുള്ളവരിൽ നിന്ന്, ഹിജാബൻ, ഒരു മറ, അവർ മറ്റുള്ളവരിൽ നിന്ന് ഒരു മറ സ്വീകരിച്ചു. ഫഅർസൽനാ ഇലൈഹ റൂഹന, അപ്പോൾ നാം അവരിലേക്ക് റൂഹിനെ അയച്ചു, നമ്മുടെ, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നാം അവരിലേക്ക് അയച്ചു. ഫതമസ്സല ലഹ, അവർക്ക് വേണ്ടി ആ മലക്ക് രൂപം മാറി, ബശറൻ, ഒരു മനുഷ്യൻ്റെ, സവിയ, പൂർണ്ണമായ, ആ മലക്ക് അവർക്ക് വേണ്ടി പൂർണ്ണനായ ഒരു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചു. കാലത്ത്, അപ്പോൾ അവരെ കണ്ട മാത്രയിൽ മറിയം ബീവി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, ഞാൻ നിന്നിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു, ഇൻ കുന്ത തഖയ്യ, നീ വിശ്വാസിയാണ് എങ്കിൽ, നീ തഖവ ഉള്ളവനാണ് എങ്കിൽ, നീ ധർമ്മനിഷ്ഠ പുലർത്തുന്ന ആളാണ് എങ്കിൽ. കാല, അപ്പോൾ ആ വന്നയാൾ പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്ക്, തീർച്ചയായും ഞാൻ നിൻ്റെ റബ്ബിൻ്റെ, നിൻ്റെ നാഥൻ്റെ ദൂതനാണ്. ലി അഹബലക്ക്, നിനക്ക് ദാനം നൽകാൻ വേണ്ടി വന്നതാണ്. ഗുലാമൻ, ഒരു ആൺകുട്ടിയെ, സക്കിയ, പരിശുദ്ധനായ ഒരാൺകുട്ടിയെ
നിനക്ക് ദാനം ചെയ്യാൻ വേണ്ടി വന്ന നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതനാണ് ഞാൻ. കാലത്ത് അപ്പോൾ അവർ ചോദിച്ചു, അന്നാ യക്കൂലി ഗുലാമൻ, എനിക്ക് എങ്ങനെയാണ് ഒരു പുത്രനുണ്ടാവുക, ഒരു കുട്ടിയുണ്ടാവുക? വലം യംസസ്നി ബശറുൻ, എന്നെ ഇതുവരെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. എന്നെ ഇതുവരെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. വലമക്കു ബഗയ്യ, ഞാനാകട്ടെ ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുമല്ല, വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയുമല്ല ഞാൻ. കാല, അപ്പോൾ ആ വന്ന ആൾ പറഞ്ഞു, കദാലിക്ക്, അപ്രകാരം തന്നെ, അങ്ങനെ തന്നെ സംഭവിക്കും. കാല റബ്ബുക്ക്, നിൻ്റെ റബ്ബ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യുനുൻ, അത് എനിക്ക് എളുപ്പമാണ് അഥവാ നിസ്സാരമാണ് എന്ന്. കാല റബ്ബുക്ക്, നിൻ്റെ രക്ഷിതാവ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യുനുൻ, അതെനിക്ക് നിസ്സാരമാണ് എന്ന്. വലി നജാലഹു ആയത്തൽ ലിന്നാസി, അത് ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടിയിട്ടാണ്. അത് ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാകാൻ വേണ്ടിയിട്ടാണ്. വറഹ്മത്തൻ മിന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യവുമാണത്. വക്കാന അമ്രം മഖദിയ, അതാകട്ടെ തീരുമാനിക്കപ്പെട്ട കാര്യവുമാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞു, അതങ്ങനെ തന്നെ നടക്കും. ഈ സൂറത്തിൽ നേരത്തെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് കുഞ്ഞുണ്ടായതാണ് ആദ്യം പറഞ്ഞത്. അത് വൃദ്ധ ദമ്പതികളായിരുന്നു. മാത്രമല്ല, മക്കളുണ്ടാവില്ല എന്ന് വിശ്വസിച്ച ഒരു വന്ധ്യയായ സ്ത്രീയായിരുന്നു സക്കരിയ നബീൻ്റെ ഉമ്മ. സക്കരിയ നബി ആകട്ടെ വാർദ്ധക്യം കൊണ്ട് ചുക്കിച്ചൊടിഞ്ഞ അവസ്ഥയിലും. അപ്പോൾ ഈ സമയത്ത് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. പക്ഷേ ഇവിടെ മാതാവുമുണ്ട്, പിതാവുമുണ്ട്, കുറച്ച് പ്രായമായിരുന്നെങ്കിലും. ഇവിടെ അത് കഴിഞ്ഞ് ഒരു പടിയും കൂടി മുന്നോട്ടാണ്. ഇവിടെ പെണ്ണ് മാത്രമേ ഉള്ളൂ. ആ പെണ്ണ് മാത്രമുള്ള അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ അവർക്ക് നൽകുകയാണ്. അപ്പോൾ അത് അതിനേക്കാളും ശക്തമായൊരു സംഗതിയാണ്. എളുപ്പത്തിൽ നിന്ന് കുറച്ചുകൂടി ഗൗരവമുള്ള അവസ്ഥയിലേക്ക് ആണ് ഈ പ്രമേയം, ഈ വിഷയം അള്ളാഹു ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഉദ്കുർ ഫീ കിതാബി മറിയമ, മറിയമിനെക്കുറിച്ച്, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവായ മറിയമിനെക്കുറിച്ച് നീ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക. ഇത് ഇൻതബദ് മിൻ അഹ്ലിഹ മക്കാനൻ ശർഖിയ, അവരുടെ വീട്ടിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് മാറി ഒരിടത്താണ് അവർ താമസിച്ചത്. അവരങ്ങോട്ട് മാറി താമസിക്കുകയാണ് ചെയ്തത്. അവരുടെ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്താണ് എന്നും അതല്ല മസ്ജിദുൽ അക്സയുടെ കിഴക്ക് ഭാഗത്താണ് എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അവർ അവിടേക്ക് മാറി താമസിക്കുകയാണ്. എന്തിന്? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അവർക്ക് ആർത്തവം വന്നു തുടങ്ങിയപ്പോൾ അവർ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നൊരു മറ സ്വീകരിച്ചതാണ് എന്നാണ്. അതല്ല, ആരാധനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ വേണ്ടി, ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിജനമായ ഒരു പ്രദേശത്ത് അവർ താമസം മാറ്റിയതാണ്. ഇതാണ് കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു വിശദീകരണം. ഏതായാലും അവർ താമസം അങ്ങോട്ട് മാറ്റി. ഫത്തഹത്ത് മിൻ ദൂനിഹിം ഹിജാബൻ, മറ്റുള്ളവരിൽ നിന്ന് അവരൊരു മറ സ്വീകരിച്ചു. ബാക്കി ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി ഒന്ന് മറച്ചു. ഫഅർസൽനാ ഇലൈഹാ റൂഹന, അങ്ങനെ നമ്മുടെ റൂഹിനെ അല്ലെങ്കിൽ നമ്മുടെ ജിബ്രീൽ എന്ന മലക്കിനെ
നാം അവരുടെ അടുത്തേക്ക് അയച്ചു. ഫതമസ്സല ലഹ ബശറൻ സവിയ്യ, പൂർണ്ണനായ ഒരു മനുഷ്യരൂപത്തിലാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇദ്ദേഹം വളരെ സൗന്ദര്യവാനായ, ആകാര സൗഷ്ഠവമുള്ള, ചെറുപ്രായത്തിലുള്ള ഒരു യുവാവിൻ്റെ വേഷത്തിലായിരുന്നു അള്ളാഹു അങ്ങോട്ട് പറഞ്ഞയച്ചത്. തികച്ചും മനുഷ്യരൂപത്തിലായിരുന്നു, മറ്റ് ഒന്നും ധരിക്കാത്ത രൂപത്തിൽ. അഥവാ ജിബ്രീലിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മലക്കിൻ്റെ രൂപത്തിലോ വന്നാൽ പെട്ടെന്ന് അവർ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി പൂർണ്ണനായ മനുഷ്യൻ്റെ കോമളമായ വേഷത്തിലായിരുന്നു പറഞ്ഞയച്ചത്. ആ ഒരു മനുഷ്യൻ തൻ്റെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക്, മറ്റുള്ള ആളുകൾ കാണരുത് എന്ന് വിചാരിച്ച് മറയൊക്കെ കെട്ടി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരാണൊരുത്തം വന്നപ്പോൾ കാലത്ത് അവർ പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, ഞാൻ നിന്നിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നു, എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന രൂപത്തിൽ. ഇൻകുന്ത തഖയ്യ, നീ തഖ്വയുള്ളവനാണ് എങ്കിൽ, നീ ധർമ്മനിഷ്ഠ പുലർത്തുന്ന ആളാണ് എങ്കിൽ, അതായത് നിങ്ങൾ ഭക്തനാണ് എങ്കിൽ, കാണാൻ അനുവദനീയമല്ലാത്ത ഈ സ്ഥലത്ത് ഇവിടെ വരാൻ പാടില്ല, എന്നെ നോക്കാൻ പാടില്ല, മനുഷ്യരാരുമില്ലാത്ത ഈ സ്ഥലത്ത് ഹാജരാകാനും പാടില്ലാത്തതാണ് എന്ന സൂചനയാണ് മറിയം ബീവി നൽകിയത്. അപ്പം ആ വന്നയാൾ പറഞ്ഞു, ഇന്നമാന റസൂൽ റബ്ബിക്ക്, ഞാൻ നിൻ്റെ റബ്ബിൻ്റെ ദൂതനാണ്, ദൂതൻ മാത്രമാണ്. ലിയഹബലയ്ക്ക് ഗുലാമൻ സക്കിയ, നിനക്ക് പരിശുദ്ധനായ ഒരു കുട്ടിയെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പരിശുദ്ധൻ എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിന് അവർക്ക് ജനിക്കുന്ന കുട്ടി പരിശുദ്ധനായ ഒരു പ്രവാചകനായിരുന്നു, ഈസാ അലൈഹി ഇസ്ലാം. അപ്പോൾ അവരെ ആ പരിശുദ്ധിയാണ് നേരത്തെ തന്നെ ഈ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത്. അങ്ങനെ ഒരു കുഞ്ഞ്, പരിശുദ്ധനായ കുട്ടി എന്ന് പറയുമ്പം പാപങ്ങളിൽ നിന്നൊക്കെ ശുദ്ധി കൈവരിച്ചിട്ടുള്ള, വിശുദ്ധിയോടുകൂടി വളരുന്ന ഒരാളെന്ന നിലക്ക് തന്നെയാണ്. അപ്പോൾ കാലത്ത് മറിയം ചോദിക്കുകയാണ്, അന്നായക്കുൻലി ഗുലാമുൻ, എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? വലം യംസസ്നി ബശറുൻ, എന്നെ ഒരാണും ഒരു പുരുഷനും ഇതുവരെ തൊട്ടിട്ടില്ല, അഥവാ ഞാൻ വിവാഹിതയല്ല, എനിക്ക് ഭർത്താവില്ല, മാത്രമല്ല വലം വക്ക് ബഗയ്യ, ഞാൻ തോന്നിയാസിയായി ഇതുവരെ ജീവിച്ചിട്ടുമില്ല, മോശമായ പ്രവർത്തനം നടത്തിയ ഒരു സ്ത്രീയല്ല ഞാൻ, വിവാഹിതയുമല്ല ഞാൻ, എനിക്കൊരാണ് എന്നെ സ്പർശിക്കാനില്ല, ഇതുവരെ എന്നെ ഒരാണ് തൊട്ടിട്ടില്ല, അങ്ങനത്തെ ഞാൻ എങ്ങനെയാണ് കുഞ്ഞിനെ പ്രസവിക്കുക എന്നവർ ചോദിക്കാൻ. കാല, അപ്പോൾ ആ വന്നയാൾ പറയുന്നു, കദാലിക്ക, അപ്രകാരം തന്നെ സംഭവിക്കും, ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. കാല റബ്ബുക, നിൻ്റെ രക്ഷിതാവ് പറയുന്നു, ഹു അലയ്യ ഹയ്യിനുൻ, ഇതെനിക്ക് എളുപ്പമാണ് എന്ന്. അതായത് ഒരു പുരുഷനും സ്പർശിക്കാതെ തന്നെ നിനക്ക് കുട്ടി ഉണ്ടാവും, അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. കാല റബ്ബുക ഹു അലയ്യ ഹയ്യിനുൻ വലി നജാലഹു ആയത്തൽ ലിന്നാസ്, ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ സക്കരിയ നബിക്ക് അവർക്ക് പ്രായാധിക്യമുള്ള സമയത്ത് കുട്ടി ഉണ്ടായ പോലെ, അതേപോലെ തന്നെ അവരുടെ ഭാര്യ കുട്ടി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആ അവസ്ഥയിൽ, വന്ധ്യയായ അവസ്ഥയിൽ അവർക്ക് കുട്ടി ഉണ്ടായത് പോലെ, ആരും ഒരാൺതുണയില്ലാതെ ഒരു കുഞ്ഞിത നിനക്ക് പിറക്കാൻ പോകുന്നു എന്നർത്ഥം. റഹ്മത്തം മിന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും കൂടിയാണിത്. അതോടൊപ്പം വക്കാൻ അംറം മഖളിയ, ഇത് തീരുമാനമായി കഴിഞ്ഞ ഒരു കാര്യവും കൂടിയാണിത്. ഇതിലെനി ഒരു നിലക്കും മറ്റൊരു ഇടപെടലും നടക്കില്ല. നിനക്ക് ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും അല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഇത് റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സമ്മാനമാണ്, ഒരു ദാനമാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദൃഷ്ടാന്തമാണ് ഇത്. അതുപോലെ നമ്മിൽ നിന്നുള്ള ഒരു റഹ്മത്തുമാണ്, കാരുണ്യവുമാണ്. അങ്ങനെ ഈ തീരുമാനം ജിബ്രീൽ അലൈഹി ഇസ്ലാം മറിയം ബീവിയെ അറിയിക്കുക. കാര്യങ്ങൾ യഥാവിധി ഗ്രഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.